വന്നാ ഇയാള് സത്തില്ലേ? എടാ, ആ പെങ്കൊച്ചിന്റെ കരച്ചിൽ കേട്ടപ്പോ ഞാനും അതാ കരുതിയേ. പക്ഷെ സംഗതി അതല്ല. സസ്പെൻഷൻ കഴിഞ്ഞ് ജോലിക്ക് കയറിയിട്ട് അന്ന് തന്നെ സസ്പെൻഷൻ വാങ്ങി വീട്ടിൽ വന്നിരിക്കുക. അണ്ണാക്കേതാണ് പിണ്ണാക്കേതാണെന്ന് അറിയാത്തൊരു ഉണ്ണാക്കം പോലീസ്. പാവസേച്ചി, നീ ഇതും കൊണ്ട് എന്നെ പറയണ എന്തിനാ? കേറി പോടാ, കേറിപ്പോ എന്നടിക്കടാ. ചോദിക്കുന്നവരോടൊക്കെ ഞാൻ എന്ത് പറയും? ജയേട്ടാ, ശരിക്കും എങ്ങനെയാ ജോലി പോയത്? പലരും അന്വേഷിക്കാൻ ഭയപ്പെട്ടുകൊണ്ടിരുന്ന വാഴക്കൊല കേസ്. അയ്യേ, വാഴക്കൊല കേസാ? വാഴക്കൊല അല്ല, വാഴക്കാല കൊലക്കേസ്. അതിനെങ്ങനെയാ ചേട്ടാ ജോലി പോണത്? ഇടി കേസിന്റെ ഫയലുകൾ ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് CI എന്നെ ഓഫീസിലേക്ക് വിളിപ്പിച്ച് ഉച്ചക്ക് ഊണ് പോലും കഴിക്കാതെ അവിടെ നിന്ന് മൊത്തം വായിച്ച് ഞാൻ ആ കേസ് കംപ്ലീറ്റും പഠിച്ചു. അറിയോ? അപ്പോഴേക്കൊരു കോൺസ്റ്റബിൾ ചായ കൊണ്ട് അങ്ങോട്ടേക്ക് വന്നു. മേശപ്പുറത്ത് ടിന്നിലൊരു ബിസ്ക്കറ്റ് ഇരിപ്പുണ്ടായിരുന്നു. വിശപ്പുകൊണ്ട് ഞാൻ ആ ബിസ്ക്കറ്റ് എടുത്ത് തിന്നു, ചായയിൽ മുക്കി. അത് കണ്ടുവന്ന് DYSP എന്നെ കുറെ ചീത്തയും പറഞ്ഞ് സസ്പെൻഷൻ എടുത്ത് കൈ തന്നിട്ട് പോയിക്കോളാൻ പറഞ്ഞു. അത് കൊള്ളാലോ ആള്. എന്റെ ജയേട്ടൻ വിശന്നപ്പോ ഒരു ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ചെന്നും പറഞ്ഞാണ് ഈ സസ്പെൻഷൻ കിട്ടിയത്. എന്റെ CC പ്രശ്നം അതല്ല. വാഴക്കാല കേസിലെ പ്രതി കൃത്യം ചെയ്യുന്നതിന് മുമ്പ് പട്ടീനെ മയക്കാൻ വേണ്ടി പട്ടിക്ക് എറിഞ്ഞിട്ട് കൊടുത്ത ബിസ്ക്കറ്റാണ് ടിന്നിനകത്ത് ഇരുന്നേച്ചത്. ഈ കേസിൽ ആകെയുള്ള തെളിവെന്ന് പറയുന്നത് അതാണ് ഞാൻ ചായയിൽ മുക്കി തിന്നത്. എന്റെ കർത്താവേ, എന്തൊക്കെ മണ്ടത്തിനോട് ചേട്ടി കാണിച്ചു കൂട്ടണത്. പറ്റിപ്പോയി. ഇനി നമ്മൾ എങ്ങനെ ജീവിക്കുമെന്നാ ചേട്ടൻ പറയണത്? സിസി, നിന്റെ അപ്പച്ചൻ കാലുളിങ്ങിട്ട് നീ പോയില്ലല്ലോ. അത് പിന്നെ നിങ്ങളല്ലേ പോകണ്ടെന്ന് പറഞ്ഞത്? എടി, അങ്ങനെയല്ല. പ്രായമായ മനുഷ്യരല്ലേ, വയ്യാത്തപ്പ ഒന്ന് പോയി കാണേണ്ടത് നമ്മുടെ ഒരു കടമയാണ്. കുറച്ച് ദിവസം കൂടി ഒന്ന് നിൽക്കുകയും വേണം നമ്മള്. എന്നെ കൊണ്ട് വയ്യാ പോയി നാണം കെടാനായിട്ട്. ആ ചായ കുടിക്കാൻ നോക്ക്. പപ്പ, എനിക്ക് സ്പൈഡർമാന്റെ ഡ്രസ്സ് എടുത്തു. എനിക്ക് സൂപ്പർമാന്റെ ഡ്രസ്സ് വാങ്ങിച്ചു തരൂ. ഓ, പണം മേടിക്കാൻ കാശില്ലാണ്ടിരിക്കുമ്പോൾ അവൻ്റെ ഒരു ഒന്ന് പോയിക്കടാ. സേട്ടാ. ഓ, എന്താ സേച്ചിയില്ലേ സേട്ടാ? എന്താ കാര്യം? സേച്ചീനൊന്ന് വിളിക്ക്. നീ കാര്യം പറടാ. സേച്ചി ഇല്ലേ? നീ എന്നോട് പറടാ. സേച്ചീനോട് പറയേണ്ട കാര്യം സേച്ചീനോട് പറയൂ സേട്ടാ. ഓ, അങ്ങനെ. ലച്ചു, ഡേ എടി ലച്ചുവേ, ഞാനിവിടെ ഒരു പണിയില്ല. നീ വന്നടി. എന്താ ലാലു, ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ലേ? എടി, ഇവന് എന്നോടൊന്ന് പറയണ്ടെന്ന്. എന്താണ്? ചേച്ചി, എന്റെ പെയിന്റിംഗ് പണിയെല്ലാം കഴിഞ്ഞു ചേച്ചി. അതിന് ഞാൻ പൊക്കോട്ടെ. ഇത് നിനക്ക് എന്നോട് പറഞ്ഞ എന്തായിരുന്നു കുഴപ്പം? അല്ല, ചേച്ചിനോട് പറയുമ്പോ ഒരു പ്രത്യേക രസം, അതുകൊണ്ടാണ് ചേട്ടാ. ഇവന് ഏതാ ഇവൻ? ടാറ്റാ. ഇവൻ കൊള്ളാലോ. ഒരു ചെറിയ പണിയുടെ ആവശ്യം അവനുണ്ട്. അവൻ പെട്ടി അന്വേഷിച്ച് നടക്കണം. ഇതെവിടെ പോയത്? ശ്ശേ. എൻ്റെ അടുത്ത് കളി.
ലാലു അന്വേഷിക്കണേ? നീയൊന്ന് പോയേ. ഹലോ, എന്താ പറ്റിയേ? നീ എന്തിനെപ്പോഴും എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? എന്നാലും ആ പെട്ടി അവിടെ പോയിട്ടുണ്ടാവും. പെട്ടിയാ? കറുത്ത പെട്ടി? കണ്ട അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചുണ്ടത്ത് കുറെ ലിഫ്റ്റിക്കും വാരത്തേച്ച് മുഖത്ത് കുറെ പുട്ടിയും പെരട്ടി കിടക്കാന്നല്ലാണ്ട് ഒരു ആശയം കൊള്ളില്ല. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ആ ഹോട്ടലിൽ കയറിയപ്പോ ആ പെട്ടിയും കെട്ടിപ്പിടിച്ചോണ്ട് അങ്ങോട്ട് കയറി വന്നെ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ ആ പെട്ടി കൊണ്ട് കളയുന്നു. അല്ല, അതിനകത്ത് എന്താ ആനമുട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ടോ? എടി, നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. സ്പിരിറ്റ് കേസുമായി ബന്ധപ്പെട്ടൊരു കേസിന്റെ ഫയൽ ആ പെട്ടിക്കുള്ളില്ല. അതങ്ങാനും പോയി കഴിഞ്ഞാണ്ടല്ലോ ആ എക്സൈസുകാരെങ്ങാനും അറിഞ്ഞ എൻ്റെ ദൈവമേ. ഈടാ കള്ള വക്കീലേ, നിനക്ക് കറുത്ത കൂട്ടിൻ്റെ ഉള്ളിൽ വെളുത്ത വാറ്റിൻ്റെ പരിപാടി ഉണ്ടല്ലേ? നിന്നെ ഞാൻ ശരിയാക്കി തരാം. എന്നെ സസ്പെൻഷനിൽ വിട്ടവര് എന്നെ പൂമാലയിട്ട് പൂജിക്കുന്ന കാഴ്ച എല്ലാവരും ഒന്ന് കാണേണ്ടി വരും. ശരിയാക്കി തരാടാ. ഇതെന്തേ വാതിലൊക്കെ അടച്ചിരിക്കുന്നേ? വാതിലൊക്കെ അടച്ചിരിക്കണേന്ന്? ഭയങ്കര വാറ്റ്. വാറ്റാ? അല്ല, ഭയങ്കര കാറ്റ്. കാറ്റകത്തോട്ട് കയറാണ്ടിരിക്കാൻ വേണ്ടി അടച്ചതാ. എന്തോ ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ. ആർക്ക്? നിങ്ങക്ക്. നിനക്കിപ്പോ എന്താ വേണ്ടത്? കാര്യം പറ. അതെ, ഞാൻ യൂട്യൂബ് നോക്കിയുണ്ടാക്കിയ മീൻകറിയാ. കൊള്ളാവോ നോക്കിയേ. ഓ, നീ അതവിടെ വെച്ചിട്ട് പോയിക്കേ. ബാക്കിയുള്ള വേറെ മൂഡിലിരിക്കുമ്പോൾ അവളുടെ ഒരു മീൻകറി. എന്തൊരു സാധനമാണിത്. എക്സൈസിലെ പീറ്ററിനെ വിളിച്ചേ മോളത്തെ വക്കീല് താഴത്തുനിന്നൊരു പണി കൊടുക്കാം. പടാ, നിന്നെ ഞാൻ ശരിയാക്കി തരാടാ. ഛേ, ഇയാൾ ഒരു നേരം വിളിച്ചാലും കിട്ടൂല. നിനക്കൊരു പണി തന്നില്ലെങ്കിലേ പിന്നെ ജയൻ ആണാന്നും പറഞ്ഞിരുന്നിട്ട് എന്താ കാര്യം? ഇത് കൊള്ളാലോ. കുറച്ചിരിക്കട്ടെ. എന്തിനും ഏതിനും ഒരു തെളിവ് അത്യാവശ്യം. നിന്നെ ശരിയാക്കി തരാടാ വക്കീലേ ട്ടാ.
വക്കീലേ വക്കീലേ കേസില്ലാത്തൊരു വക്കീലേ, നീ കോടതി കാണുമ്പോൾ നിന്നു വിറക്കൂലേ ഇടമണ്ടം വക്കീലേ, മരമണ്ടം വക്കീലേ, വക്കീലേ വക്കീലേ മരപ്പട്ടിത്തലയം വക്കീലേ. എടാ കള്ളപ്പന്നി, നീയാണല്ലോ എന്റെ വാറ്റെടുത്ത് മാറ്റിയത്. ഡാ, ഡാ. സ്വിറ്റ് രാജാവ് വന്നാ അപ്പൊ എങ്ങനെയാ പരിപാടി? ഇത് വീട്ടിലുണ്ടാക്കിയതാണോ അതോ ഫാക്ടറിയിൽ ഉണ്ടാക്കിയതാണോ? അനാവശ്യം പറയരുത്. അതേ, ഞാനൊരു വാറ്റ് കേസിലെ പ്രതിക്ക് ജാമ്യം മേടിച്ചു കൊടുത്തിട്ട് അവൻ എനിക്ക് തന്ന ഫീസാ അത്. ആ ഫീസാ നീ അടിച്ച് ഫീസായത്. പിന്നെ ഞാൻ ശരിയാക്കി തരാടാ. ഈ കുപ്പിയിൽ ഞാൻ ഇത്തിരി ബാക്കി വെച്ചേക്കണ എന്തിനാ നിനക്കറിയോ? ഇത് പിതൃക്കൾ കൊടുക്കാനല്ല, ഇത് എവിഡൻസ് ആണ്, എവിഡൻസ്. നിന്നെ ഞാൻ അരി എണ്ണിക്കൂടാ. അയ്യടാ എടാ, ഞാന് വെറും ഒരു ഉണ്ടാക്കാനല്ല, മനസ്സിലായോ നിനക്ക്? എന്നാ നിന്നെ ഞാൻ അങ്ങ് കളിക്കൂടാ നീ. കാണിക്കണം. പണി ആർക്കിട്ട കിട്ടണെന്ന് നീ കണ്ടോടാ. ഇപ്പോ ആ വാറ്റിന്റെ കുപ്പി ഇരിക്കണത് നിന്റെ മുറി, നിന്റെ വീട്ടിൽ. അതിന്റെ മുക്കാഭാഗം അടിച്ചിരിക്കുന്നത് നീ. ഞാനിപ്പൊ എക്സൈസിനെ വിളിച്ച നീ അകത്തു. ഇപ്പൊ എന്ത് പറയുന്നു? പറടാ. മരം പിടിക്കരുത്. എടാ മരപ്പോത്തെ. അയ്യോ ഇതെന്താ ഇത്? ജയേട്ടാ! അയ്യോ, എന്താണ് ഇത്? ഇതെന്താ വക്കീല് പോലീസും തമ്മിൽ വടംവലിയോ? എന്നാ ഞാൻ ഒരു ഉമ്മ തരുമോ? ലാലുവിനിപ്പൊ പഴയതുപോലെ പ്രണയമൊന്നുമില്ലല്ലോ. ആരാ പറഞ്ഞ? ഇഷ്ടം പോലെ. വല്ലവരോടുള്ള പ്രണയത്തിന്റെ കാര്യമല്ല, എന്നോടുള്ള പ്രണയത്തിന്റെ കാര്യം പറഞ്ഞു.